അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. യാഗത്തിൻ്റെ നെരിപ്പോടിൽ വിശ്വാസം സംരക്ഷിച്ച ഇസ്ലാമിൻ്റെ ഒരു അരിമ സന്തതിയായിരുന്നു അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. ഖുറൈശി പ്രമുഖനായ സുഹൈൽ ബിൻ അംർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹമാണെങ്കിലോ ഇസ്ലാമിൻ്റെ ഏറ്റവും കടുത്ത ശത്രു. അബ്ദുല്ലാഹി ബിൻ സുഹൈൽ എന്നാണ് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്. അബൂ ജന്ദൽ അദ്ദേഹത്തിൻ്റെ അപരനാമമായിരുന്നു. നബുവത്തിൻ്റെ 14 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. പ്രമാണിയും സമ്പന്നനുമായിരുന്ന തൻ്റെ പിതാവ് കൽപ്പിച്ച ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു. ഖുറൈശികൾക്കിടയിൽ സർവ്വ ആദരണീയനായിരുന്നു അദ്ദേഹം. എങ്കിലും തൻ്റെ പിതാവിൻ്റെ ചൊൽപ്പടിയിൽ തൻ്റെ ചിന്തയെ തളച്ചിടാൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നില്ല. പുതിയ മതത്തിൻ്റെ പാഠങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഖുറൈശികളുടെ ധിക്കാരവും അതിക്രമങ്ങളും അദ്ദേഹം വെറുത്തു. ഇസ്ലാം മതം സ്വീകരിച്ച പാവങ്ങളോട് അവർ സ്വീകരിച്ചു വരുന്ന നയം അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന് പിടിച്ചില്ല. എങ്കിലും തൻ്റെ പിതാവിനെ പേടിച്ച് ആ ചെറുപ്പക്കാരന് ആദ്യമൊക്കെ അത് മനസ്സിലൊതുക്കാനേ കഴിഞ്ഞുള്ളൂ. ഖുറൈശികളുടെ അക്രമം അതിൻ്റെ എല്ലാ അതിരുകളും അതിലംഘിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും നാടും വീടും വിട്ടിറങ്ങി. ആത്മരക്ഷക്കായി അവർ മദീനയിലെത്തി. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില അനുഭാവികൾ മാത്രം അവിടെ അവശേഷിച്ചു. ബദർ യുദ്ധത്തിന് ഖുറൈശികൾ കോപ്പുകൂട്ടിയപ്പോൾ അബൂ ജഹലിൻ്റെയും അബൂ സുഫിയാൻ്റെയും നേതൃത്വത്തിൽ അവർ പുറപ്പെട്ടു. മുൻനിരയിൽ അബൂ ജന്ദലിൻ്റെ പിതാവ് സുഹൈലും ഉണ്ടായിരുന്നു. ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അബൂ ജന്ദലും പിതാവിനെ അനുഗമിച്ചു. ബദറിൽ ഇരു സൈന്യങ്ങളും അണിനിരന്നു. ഉത്ബത്ത് ബിൻ റബിയ ഖുറൈശി വശത്ത് നിന്ന് യുദ്ധക്കളത്തിലിറങ്ങി. കൂടെ സഹോദരൻ ഷൈബത്തും പുത്രൻ വലീദും ഉണ്ടായിരുന്നു. 3 പേരും അഹങ്കാരത്തോടെ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. ഉത്ബത്തിനെ ഉബൈദത്ത് ബിൻ ഹാരിസും, ഷൈബത്തിനെ ഹംസ റളിയല്ലാഹു അൻഹുവും, വലീദിനെ അലി റളിയല്ലാഹു അൻഹുവും നേരിട്ടു. ഞൊടിയിട കൊണ്ട് അലിയും ഹംസ റളിയല്ലാഹു അൻഹുവും ചേർന്ന് പ്രതിയോഗികളെ വകവരുത്തി. ഉബാദത്തും ഉത്ബത്തും പൊരുതി 2 പേർക്കും വെട്ടേറ്റു. അതിനിടയിൽ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തിനെത്തി ഉത്ബത്തിനെ വധിച്ചു. വെട്ടേറ്റ് കിടക്കുന്ന ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിപ്പിടിച്ച് താവളത്തിലെത്തിച്ചു. ആരംഭത്തിൽ തന്നെ അക്രമികൾക്ക് പരാജയമേൽക്കേണ്ടി വന്നു. അതിനിടയിൽ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ആവേശഭരിതനായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. മുസ്ലിം സൈന്യത്തിന്റെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്ന് സാക്ഷിവചനം മൊഴിഞ്ഞു ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ടു. തന്റെ പിതാവടക്കം പലരും തടവിലാക്കപ്പെട്ടു. എങ്കിലും അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ വിധി മറച്ചായിരുന്നു. അദ്ദേഹത്തെ ഖുറൈശികൾ തടവിലാക്കി. കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് മക്കയിലേക്ക് കൊണ്ടുപോയി. അന്ന് മുതൽ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ടകാലം ആരംഭിച്ചു.
മൃഗീയമായ അക്രമങ്ങൾക്ക് അദ്ദേഹം വിധേയമായി. ചങ്ങലയിൽ ബന്ധിച്ച് ജയിലിലടച്ചു. ഭക്ഷണവും വെള്ളവും തടയപ്പെട്ടു. ചാട്ടവാറ് കൊണ്ടടിച്ച് തീ കൊണ്ട് പൊള്ളലേൽപ്പിച്ചു. ശകാരവും പരിഹാസവും നടത്തി. മൃഗീയതയെ വെല്ലുന്ന അതിക്രമങ്ങൾ എല്ലാം സഹിച്ച് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. തെല്ലും ഇളകാതെ നിദ്രാവിഹീനമായ രാവുകളിൽ നോവുകൊണ്ട് നീറുന്ന ശരീരം എങ്ങനെ ഉറങ്ങാൻ കഴിയും? രാവിന്റെ അന്ത്യയാമങ്ങളിൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കും. അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്നു. അബൂജഹൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1400 സ്വഹാബികളും ഹിജ്റ 6-ാം വർഷം മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. ഖുറൈശികൾ അവരെ തടയാൻ ഒരുങ്ങി. രണ്ട് വിഭാഗവും തമ്മിൽ ചർച്ചയും സംഭാഷണങ്ങളും നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുടെ അടുത്തേക്ക് അയച്ചു. അവർ അദ്ദേഹത്തെ ബന്ധസ്ഥരാക്കി. അദ്ദേഹം വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത മുസ്ലിങ്ങൾക്കിടയിൽ പരന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഖുറൈശികളോട് യുദ്ധത്തിന് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളിൽ നിന്ന് യുദ്ധത്തിനുള്ള പ്രതിജ്ഞ വാങ്ങി. ബൈഅത്ത് റിദ്വാൻ എന്ന പേരിൽ ആ പ്രതിജ്ഞ അറിയപ്പെടുന്നു. അനന്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഖുറൈശികൾ മുസ്ലിങ്ങളോട് സന്ധി സംഭാഷണം നടത്താൻ തങ്ങളുടെ പ്രതിനിധിയായി അയച്ചത് സുഹൈൽ ബിൻ അംറിനെയായിരുന്നു. ദീർഘമായ ചർച്ചയും വാദകോലാഹലങ്ങളും നടന്ന ശേഷം അവർ സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. 3 വ്യവസ്ഥകളായിരുന്നു പ്രധാനമായും അതിലുണ്ടായിരുന്നത്. പ്രസ്തുത വർഷം മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിക്കാതെ മടങ്ങിപ്പോവുകയും അടുത്ത വർഷം യുദ്ധായുധങ്ങൾ കൂടാതെ മക്കയിൽ വന്ന് 3 ദിവസങ്ങൾക്കുള്ളിൽ കർമ്മം പൂർത്തിയാക്കി തിരിച്ചു പോവുകയും ചെയ്യണം. രണ്ടാമത്തെ വ്യവസ്ഥയ്ക്ക് വിധേയനായ 10 വർഷത്തിനുള്ളിൽ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ ഖുറൈശികളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ മദീനയിൽ വന്നാൽ അവർക്ക് സംരക്ഷണം നൽകാൻ പാടുള്ളതല്ല, അവരെ തിരിച്ചയക്കേണ്ടതാണ്. നേരെ മറിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അഭയം തേടി വരുന്ന ഇസ്ലാമിനെ കൈയൊഴിച്ചവരെ തിരിച്ചയക്കേണ്ടതില്ല. മൂന്നാമത്തെ വ്യവസ്ഥ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷത്തോ ഖുറൈശികളുടെ പക്ഷത്തോ നിലയുറപ്പിച്ച മറ്റു ഗോത്രക്കാർക്കും ഈ നിബന്ധന ബാധകമായിരിക്കും. വ്യവസ്ഥകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ഈ നിബന്ധനകൾ തൃപ്തികേടുണ്ടാക്കി നമ്മുടെ പക്കൽ നിന്ന് മതം മാറി അവരോട് അഭയം തേടിയവരെ അവർ നമുക്ക് വിട്ടുതരില്ല. അവരിൽ നിന്ന് മതം മാറി വന്നവരെ നാം തിരിച്ചയക്കുകയും വേണം. മുസ്ലിങ്ങൾക്കിത് സഹിക്കാൻ വിഷമം തോന്നി അവർ നബിയോട് പരാതിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മിൽ നിന്ന് മതം ഉപേക്ഷിച്ച ഒരാൾ അങ്ങോട്ട് ചെന്നാൽ അവന്റെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടിയെന്ന് കരുതിയാൽ മതി. ഇങ്ങോട്ട് മതം മാറി വന്നവനെ നാം തിരിച്ചയച്ചു എന്നിരിക്കട്ടെ, അവൻ അള്ളാഹു ഒരു രക്ഷാമാർഗം തുറന്നു കൊടുക്കുകയും ചെയ്യും. വീണ്ടും സന്ധി വ്യവസ്ഥയെക്കുറിച്ച് പരാതി പറഞ്ഞവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദാസനും പ്രവാചകനുമാണ്. അവന്റെ കൽപ്പനയ്ക്ക് ഞാൻ വിപരീതം പ്രവർത്തിക്കുകയില്ല. സന്ധി വ്യവസ്ഥകൾ എഴുതി കഴിഞ്ഞു. കാർമേഘം നീങ്ങി, അന്തരീക്ഷം ശാന്തമായി. അതിനിടയിൽ കൈകാലുകളിൽ ഇരുമ്പ് ചങ്ങലകൾ വലിച്ചുകൊണ്ട് അബൂജഹൽ റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. കുന്നും കുഴിയും താണ്ടി കൂരിരുട്ടിൽ നടന്ന് അവശനായിക്കൊണ്ടാണ് അദ്ദേഹം കയറി വരുന്നത്. സഹതാപം തോന്നിക്കുന്ന അദ്ദേഹത്തെ കണ്ട ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, സന്ധി വ്യവസ്ഥകൾ ഒപ്പുവെച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അബൂജഹലിനെ എങ്കിലും നമുക്ക് മടക്കി കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് അത് ആവശ്യപ്പെട്ടു. പക്ഷേ ഫലമുണ്ടായില്ല. മകനെ വിട്ടു തന്നില്ലെങ്കിൽ സന്ധി വേണ്ടെന്ന് വെച്ച് ഞാൻ മടങ്ങിപ്പോകുമെന്ന് സുഹൈൽ ക്ഷണിച്ചു. അദ്ദേഹം പുത്രന്റെ മാറ് പിടിച്ചു വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ ഞാൻ വ്യവസ്ഥയ്ക്ക് വിപരീതം പ്രവർത്തിക്കുന്നില്ല. അബൂജഹൽ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളെ, എന്നെ നിങ്ങൾ ദൈവാരാധകരോടൊപ്പം മടക്കി അയക്കുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം പറഞ്ഞു, അബൂജഹലെ, അവർ ബഹുദൈവാരാധകർ തന്നെയാണ്. അവരുടെ രക്തം നായയുടെ രക്തത്തിന് തുല്യമാണ്. ഖുറൈശികളോട് ഒരു സമാധാന സന്ധിയുടെ അനിവാര്യത മുറ്റുനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അറേബ്യൻ അർദ്ധദ്വീപിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതര ദേശത്തും ഇസ്ലാമിക സന്ദേശം എത്തിക്കാൻ താൽക്കാലികമായ ഒരു സമാധാന അന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുചരന്മാർക്കും അത് അനിവാര്യമായിരുന്നു. പ്രസ്തുത സാഹചര്യത്തിൽ അബൂജഹലിനോട് സഹതാപം രേഖപ്പെടുത്തുകയും
അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതിന് വിരുദ്ധമായി നമുക്കൊന്നും ചെയ്തുകൂടാ. താങ്കൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ക്ഷമിക്കുകയും നിരാശപ്പെടാതിരിക്കുകയും ചെയ്യുക. താങ്കൾക്കും മറ്റും ആക്രമിക്കപ്പെടുന്ന ബലഹീനർക്കും അള്ളാഹു ഒരു രക്ഷാമാർഗം തുറന്നു തരാതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ അബൂജന്ദൽ റളിയല്ലാഹു അൻഹു മൗനം പൂണ്ടു. എല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിച്ചു. പിതാവിനോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു. അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിന് മക്കയിൽ നിന്ന് പൂർവാധികം മർദ്ദനമേൽക്കേണ്ടി വന്നു. മക്കയിൽ താൻ മർദ്ദിക്കപ്പെടുന്നു, മദീനയിൽ അഭയമില്ല. എല്ലാം അള്ളാഹുവിന്റെ വിധി, അത് അനുഭവിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. താങ്കൾക്കും മറ്റും ആക്രമിക്കപ്പെടുന്ന ബലഹീനരായ ബന്ധിതർക്കും അള്ളാഹു ഒരു രക്ഷാമാർഗം തുറന്നു തരാതിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വചനം മാത്രമാണ് അദ്ദേഹത്തിന് ആശ്വാസമായി ഉണ്ടായത്. ഒരു ദിവസം അദ്ദേഹം ചങ്ങല പൊട്ടിച്ച് പുറത്തു ചാടി. എങ്ങോട്ട് പോകും? മരുഭൂമിയിൽ അലയുക തന്നെ. ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ബന്ധവിമുക്തരായി ഒളിവിൽ കഴിയുന്ന കഥ അദ്ദേഹത്തിന് അറിയാം. അവരോടൊപ്പം കൂടണം. ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഒളിച്ചോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അഭയം തേടിയതായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകാൻ 2 ഖുറൈശി പ്രതിനിധികൾ മദീനയിലെത്തി. സന്ധി വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ തിരിച്ചയച്ചു. അദ്ദേഹം അനുസരിച്ചു. എങ്കിലും യാത്രാമധ്യേ ദുൽഹുലൈഫയിൽ വെച്ച് അദ്ദേഹം പാറാവുകാരെ ആക്രമിച്ച് ഒരാളെ കൊന്നു, മറ്റയാൾ ഓടി രക്ഷപ്പെട്ടു. ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മദീനയിൽ താമസിക്കാൻ അനുവദിച്ചില്ല, എങ്ങോട്ടേക്കെങ്കിലും പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മക്ക സിറിയ മാർഗ മധ്യേ താവളമടിച്ച് മക്കയിൽ നിന്ന് ഒളിച്ചോടിയ മറ്റു ചില മുസ്ലിങ്ങളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ ഖുറൈശികളുടെ സിറിയയിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു. സ്വന്തം നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഖുറൈശികളെ സായുധാക്രമണം നടത്തുന്നതിൽ അവർക്ക് തെറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രസ്തുത സംഘത്തിലാണ് അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവും ചേർന്നത്. ഈ സംഘത്തിന്റെ പ്രവർത്തനം ഖുറൈശികൾക്ക് ശല്യമുണ്ടാക്കി. സിറിയയിലേക്ക് സുരക്ഷിതമായി കച്ചവട യാത്ര ചെയ്യാൻ വയ്യ എന്ന സ്ഥിതി വന്നു ചേർന്നു. അത് കാരണം കരാറിൽ നിന്ന് പ്രസ്തുത വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ഖുറൈശികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ സന്ധി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ബനു ഖുദാഅക്കാർക്കെതിരിൽ ബനു ബക്കർ ഗോത്രക്കാരെ ഖുറൈശികൾ ആയുധമെടുത്ത് സഹായിച്ചു. 10 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്ന കരാറ് കേവലം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഖുറൈശികൾ ലംഘിക്കുകയാണ് ചെയ്തത്. അത് കാരണം മക്ക മോചനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നാഹമൊരുക്കി. ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു, അബൂജന്ദൽ റളിയല്ലാഹു അൻഹു എന്നിവരടക്കമുള്ള യോദ്ധാക്കൾക്ക് മുസ്ലിം സൈന്യത്തിൽ ചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു. വിപുലമായ ഒരു സൈന്യം മക്കയിലേക്ക് നീങ്ങി. വിഭോജന സുദിനം സമാഗതമായി വിജയവേരി മുഴക്കിക്കൊണ്ട് അവർ പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. അബൂജന്ദലിന്റെ പിതാവ് സുഹൈൽ ബിൻ അംർ മറ്റു ഖുറൈശി നേതാക്കളെ പോലെ ഭയവിഹ്വലായി വീട്ടിൽ വാതിലടച്ചിരിക്കുകയായിരുന്നു. അബൂജന്ദൽ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. ജേതാവായ തന്റെ പുത്രനെ അയാൾ സ്വീകരിച്ചു. തന്റെ ജീവൻ രക്ഷിക്കാൻ നബിയോട് ശുപാർശ ചെയ്യണമെന്ന് അയാൾ മകനോട് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിജയാനന്തരം തന്റെ ശത്രുക്കളോട് ചോദിച്ചു, ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സുഹൈൽ ബിൻ അംർ അടക്കമുള്ളവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ പുത്രനുമാണ്. നന്മയല്ലാതെ ഒന്നും അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സഹോദരൻ യൂസുഫ് നബി, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ വിമോചിതരാണ്, നിങ്ങൾക്ക് പോകാം. ആ പ്രഖ്യാപനത്തോടെ അവർ വിമോചിതരായി. ഈ കൂട്ടത്തിൽ സുഹൈൽ ബിൻ അംറും. സുഹൈൽ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിന്റെ സേവന രംഗത്ത് ശ്ലാഘനീയമായ പദവി നേടിയ ഒരു ഉത്തമ സഹാബിയായി തീർന്നു. ത്യാഗത്തിന്റെയും സമരത്തിന്റെയും തീച്ചൂളയിൽ ജീവിതം നയിച്ച അബൂജന്ദൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് യമാമ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. അള്ളാഹു മഹാനോടൊപ്പം നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.